ഹലോ ഗെയ്സ്, ഇത് ഇന്നലെ തൊട്ട വീട്ടിലുള്ളവർ തന്നിട്ടുള്ള കുമ്പളങ്ങയാണ് കേട്ടോ. അവർ തൊടിയിൽ 2-3 ഉണ്ടായപ്പോൾ അതൊന്ന് ഒരെണ്ണം പൊട്ടിച്ചു തന്നു. പിന്നെ എന്താ ഒരു ഇഡ്ഡലി എന്ന് വിചാരിക്കണ്ട, ഞാൻ അരച്ച് വയ്ക്കുന്ന മാവ് സ്മൂത്ത് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, നല്ല മയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ആണെങ്കിൽ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി നോക്കും ആദ്യം. ദോശയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇഡ്ഡലി ഒരെണ്ണം ഒഴിച്ച് നോക്കിയപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാവ് നല്ല മയമുണ്ട്. അപ്പോൾ പിന്നെ ദോശ വേണ്ട ഇഡ്ഡലി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ചട്നിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്നിയൊക്കെ ഒന്ന് താളിച്ച് വെച്ചാൽ ആ പണിയൊക്കെ കഴിഞ്ഞ്. ചിലപ്പോൾ രാവിലെ കറണ്ടൊക്കെ പോയാൽ നമ്മളിത് ബുദ്ധിമുട്ടാവും. ഞാൻ രാവിലെ മോട്ടർ ഇടും. കറണ്ട് പോകുമെന്നുള്ള പേടിയിൽ വേഗം മോട്ടർ ഇട്ട് വയ്ക്കും. അതുപോലെ അരയ്ക്കാനുള്ളത് ചിലപ്പോൾ അരയ്ക്കും. അതൊക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് പേടിയില്ലല്ലോ. പിന്നെ ഇത് തുവരയാണ് കേട്ടോ. അന്ന് കറി വയ്ക്കാൻ പോകുന്ന തുവര മണി, അത് പുളി വയ്ക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെള്ളത്തിൽ കുതിരയിട്ടതാണ്. ഇനി തക്കാളി, അതും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കറിക്ക് കറക്റ്റാക്കാം. പിന്നെ ഇത് തക്കാളി ഉള്ളിയൊക്കെ കൂടെ ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്.